Praise the Lord. Hallelujah. Glory be to God. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ കർത്താവെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ അല്പസമയം കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണെന്ന് അറിയിക്കുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തെന്ന് അറിയിക്കുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കർത്താവ് തരുന്നു. ഇന്നും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംസാരിക്കുന്നത് the same I will be preaching in English. Praise the Lord. Book of Romans chapter 9 verses 6 എന്നാണ് പറഞ്ഞത്. റോമക്കാർ ലേഖനം 9 അധ്യായം അതിൽ 6-ാം വാക്യം. ഇതിൽ പറയുന്നത് ദൈവവചനം 6, 7, 8 ഓക്കെ നമ്മുടെ വാഗ്ദത്തത്തെക്കുറിച്ചാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ നമ്മൾ ജനിച്ചു. വാഗ്ദത്തത്തിൽ ജനിച്ച വ്യക്തികളാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിൽ ജനിച്ച വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇത് പറഞ്ഞാൽ ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിൽ എന്നും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി നിന്നുണ്ടെന്നോ. പ്രൈസ് ദി ലോർഡ്. ദി സെയിം ഐ ബി പ്രീച്ചിങ് ഇൻ ഇംഗ്ലീഷ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. ടുഡേ ഐ എം പ്രീച്ചിങ് ദ ഗോസ്പൽ ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 9 വേഴ്സസ് 6, 7, 8. പ്രൈസ് ദി ലോർഡ്. 6, 7, 8. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് നമ്മൾ എല്ലാ ഇസ്രായേലും നമുക്കറിയാം. ഈ ലോകത്തിലുള്ള എല്ലാവരും നമുക്കറിയാം. പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ കർത്താവ് അബ്രഹാത്തിന് വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം അബ്രഹാമിനാണ് കൊടുത്തത്, അബ്രഹാമിൻ്റെ സന്തതിക്കാണ് കൊടുത്തത്. പ്രൈസിലെ സന്തതികൾക്കല്ല. സന്തതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ഹാക്കിയോട് ജനിക്കുന്ന സന്തതികൾക്ക്, അതാണ് വാഗ്ദത്തം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇസ്മായിലിയർക്കല്ല. പ്രൈസ് ലോത്തിൻ്റെ സന്തതികൾക്കല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന് ഇസ്ഹാക്ക് കൂടാതെ വേറെയും സന്തതി മക്കളുണ്ടായിരുന്നു, പക്ഷെ അവർക്കല്ല. ഇസഹാക്കിലൂടെ ജനിച്ചവർക്ക് മാത്രമേ വാഗ്ദത്തമുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ പരമ്പരയിൽപ്പെട്ടതാണ് നമുക്കറിയാം ഇസ്ഹാക്ക്, യാക്കോബ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അതേപോലെ തന്നെ ജോസഫ്. പ്രൈസ് ലോർഡ്. ദാവീദ്. പ്രൈസ് ലോർഡ്. തുടർമാനായിട്ട് യേശുക്രിസ്തുവിലൂടെ നമുക്കെല്ലാവർക്കും വാഗ്ദത്തം പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ, പ്രൈസ് ലോർഡ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, പ്രൈസ് ലോർഡ്, അബ്രഹാമി വാഗ്ദത്തം കർത്താവ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അങ്ങ് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇപ്പം ഇന്ന് അതിനെക്കുറിച്ച് പറയാതെ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എന്ന് പറഞ്ഞാൽ അബ്രഹാത്തിൻ്റെ സന്തതി എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ലോർഡ്. നമ്മളെല്ലാവരും, പ്രൈസ് ലോർഡ്, യേശുക്രിസ്തുവിലൂടെ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ കർത്താവ് അബ്രഹാമിന് കൊടുത്തിട്ടുണ്ടോ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം തൊട്ട് ആ വാഗ്ദത്തങ്ങൾക്ക് മൊത്തം നമ്മളും അവകാശികളാണ്. ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാണ്. യേശുക്രിസ്തുവിൽ എല്ലാ വാഗ്ദത്തത്തിനും നമ്മൾ അവകാശികളും, ക്രിസ്തുവേശുവിൽ എല്ലാ വാഗ്ദത്തം നമ്മൾ കൂട്ടവകാശികളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി അവർ വിചാരിക്കും, എൻ്റെ ജീവിതം വളരെ നാളായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രൈസ് ലോർഡ്. ഒരിക്കലും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല, കഷ്ടതകളാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ വാഗ്ദത്തത്തെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവ് ദൈവം തന്ന വാഗ്ദത്തത്തെയൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇഗ്നോറൻസിലാണ്, നമ്മുടെ അജ്ഞതയിലാണ് പിശാച് നമ്മളെ താർക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും നമ്മൾ ക്രിസ്തുവേശുവിൽ അബ്രഹാത്തിൻ്റെ വാഗ്ദത്തത്തിൽ കൂട്ടാവകാശികളാണ്. നമ്മുടെ വീട്ടുകാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളെല്ലാം അങ്ങനെയല്ല. വ്യക്തിപരമായിട്ട് കർത്താവ് വാഗ്ദത്തത്തിന് അവകാശം നമുക്ക് തരുന്നത്. വ്യക്തിപരമായിട്ടാണ് നമുക്ക് അബ്രഹാത്തിന് അവകാശം കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാത്തിൻ്റെ ഫാമിലിക്ക് മൊത്തമല്ല കൊടുക്കുന്നത്,
അതെന്ന് വെച്ചാൽ അബ്രാഹത്തിൻ്റെ ഫാദറിൻ്റെ ഫാമിലിക്ക് മൊത്തമല്ല കൊടുത്തിരിക്കുന്നത്. അബ്രാഹത്തിന് വ്യക്തിപരമായിട്ടാണ് കർത്താവ് വിളിച്ച് വാഗ്ദത്തം കൊടുത്ത് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്കിനെ വ്യക്തിപരമായിട്ട് വിളിച്ച് അബ്രാഹത്തിനെ കൊടുത്ത വാഗ്ദത്തം ഇസ്ഹാക്കിലൂടെ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയിലൂടെ ആ മക്കളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് യേശുക്രിസ്തുവിന് അബ്രാഹത്തിൻ്റെ വാഗ്ദത്തം വരണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ വ്യക്തിപരമായിട്ട് ഈ പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ വാഗ്ദത്തത്തിന് അവകാശിയാകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ അന്തകാശിച്ചിൽ ഏറ്റവും വലിയ പ്രവർത്തനം കുറിച്ച് എന്ന് വെച്ചാൽ ഏത് സമയം യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ച് ഓരോ വ്യക്തികളും എല്ലാവരെയും തകർക്കാനായിട്ട് ശ്രമിക്കും. അത് അന്തകാശിച്ചിലെ പ്രവർത്തനമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തകർക്കാനായിട്ടും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് മൊഴി സ്നാനമെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ സ്നാനം ഞാൻ പറയുന്നത്. ഇത് യേശു സ്നാനം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പത്രോസ് കൊടുത്ത സ്നാനത്തെ പറ്റി പറഞ്ഞാൽ ചില ആൾക്കാർ യേശു സ്നാനം എന്ന് പറയുന്നു. പിന്നെ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം എടുത്തിയ ആൾക്കാർ വീണ്ടും സ്നാനപ്പെടണമെന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനിവിടെ UK-ലായിരിക്കുമ്പോൾ എന്നോട് പലപ്പോഴും ചില ചർച്ചപ്പെട്ട ആൾക്കാർ പറഞ്ഞു യേശു സ്നാനം സെപ്പറേറ്റ് എടുക്കണം. അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിലാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തല ടീച്ചിങ് ബേസ്ഡ് ഓൺ ദ ജീസസ് ക്രൈസ്റ്റ് ടീച്ചിങ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം എടുക്കണമെന്ന്. പുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെപ്പറേറ്റ് സ്നാനത്തിൻ്റെ ആവശ്യം ഉദിക്കുന്നില്ല. അപ്പം നമ്മളതിൻ്റെ വാഗ്ദത്തത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിൽ നമ്മൾ കർത്താവ് തന്നിരിക്കുന്ന ആ വേല ചെയ്യുവാനായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പം തടസ്സങ്ങൾ വരും എന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോകേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോകൾ മൊത്തം ഹാക്ക് ചെയ്തിട്ട് അതാരാന്ന് വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാക്ക് ചെയ്ത് ആ വീഡിയോകൾ മൊത്തം ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീഡിയോ മൊത്തം പോയെന്ന് ചിന്തിക്കണോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ റിവ്യൂലും മീറ്റിംഗ് തന്നെയും. പക്ഷേ എങ്കിൽ തന്നെയും അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തകർക്കാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ വേല തകർക്കാൻ ശ്രമിക്കലാണ് പിശാചിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ പ്രവൃത്തി വെച്ചാൽ അറക്കാനും മുടിപ്പാനും അത് നശിപ്പിക്കാനുമാണ് പിശാച് വരുന്നത്. യേശുക്രിസ്തു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജീവൻ തരുവാനായിട്ടും സമൃദ്ധിയുമായിട്ട് തരുവാനായിട്ട് യേശുക്രിസ്തു വരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അന്ധകാശിച്ചിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയെങ്കിലും തകർക്കണം. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ആയുധം തന്നിട്ടുണ്ട്, സർവായുധവർഗം തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ ദൈവത്തിന് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12:11 വെളിപാടിൻ്റെ ദിവസം 12:11 വാക്യം പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ അന്ധകാശിച്ചിൻ്റെ പ്രവർത്തനത്തെ മൊത്തം നമുക്ക് കുഞ്ഞാടിൻ്റെ രക്തം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ഈ അന്ധകാശിച്ചിൻ്റെ പ്രവർത്തനം മൊത്തം ജയിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ വാഗ്ദത്തത്തിൽ നമ്മൾ ജനിച്ച വ്യക്തികളാണെങ്കിൽ അന്ന് അബ്രാഹത്തിന് ഇസാക്കിനാണെങ്കിലും ഉണ്ടായിരുന്നു, യാക്കോബിനാണെങ്കിലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ നമുക്കറിയാം. യാക്കോബിലൂടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ കർത്താവ് അനുഗ്രഹം കൊടുത്തു. സെപ്പറേറ്റ് അബ്രാഹത്തിന് കൊടുത്തു അതേ അനുഗ്രഹം തന്നെ വീണ്ടും കർത്താവ് ഓർമ്മപ്പെടുത്തി യാക്കോബിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയ നിയമത്തിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. പക്ഷെ അതിനെ ജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അതാണ് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സർവായുധവർഗം ധരിക്കണം. ആയുധം യേശു എന്ന നാമം എന്ന ആയുധം നമ്മുടെ അടുത്ത് ഉപയോഗിക്കണം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. റോമക്ക് ലേഖനം 16:20 പറയുന്നുണ്ട്. നമുക്ക് റോമൻ ചാപ്റ്റർ 16:20 സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സാത്താൻ എവിടെയും വിജയമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാർഫെയർ പ്രയർക്ക് ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് സാത്താൻ നേരിട്ട് എന്നോടൊന്ന് ചോദിച്ചു, എന്തിനാ പ്രയർ ചെല്ലുന്നത്, എന്താവശ്യത്തിനാണ് ചെല്ലുന്നതെന്ന് എന്നോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ പ്രയർ ചെല്ലുന്നത്, എന്തിനാണ് ഭാഗം ചെല്ലുന്നത്, എന്താവശ്യത്തിനാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം അത് ചെല്ലണം, ചെല്ലാൻ വിടാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു.
അന്നേരമാണ് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പ്രൈസ് ലോർഡ് വാർഫെയർ പറയൊക്കെ സാത്താനെ കോട്ടകൾ തകർക്കുകയാണ്, ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകുകയാണ്. പക്ഷേ രാജമാണി കുഴപ്പിച്ചു സാത്താനെ കോട്ടകൾ തകർക്കുകയാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് എവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് വെളുപ്പിന് പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രൈസ് ലോർഡ് സാത്താനെ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു വീഴുകയാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഗ്ലോറി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അത് ഫലമില്ലാതെ പോകത്തില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസവും നമുക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യുക, ബാക്കി കർത്താവ് ചെയ്യും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പിതാവേ, ഇതിൻ്റെ സെയിം ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും, അടുത്ത് തന്നെ എപ്പോൾ തന്നെ എടുക്കാണ്ടായിരിക്കുന്നു. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവേയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുത്തത്തിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാരെ കർത്താവിനെ അറിയാൻ കിടവ് കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിൻ്റെ വചനത്തിന് ശക്തിയായി നിറയ്ക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. വാഗ്ദത്തത്തിൽ ജനിച്ച് ഇസഹാക്കിലൂടെ വരുന്ന വാഗ്ദത്തം യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഓരോർക്കും ഓരോ വ്യക്തിയും കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. അതിലുള്ള തിരിച്ചറിവ് എല്ലാവരും കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എല്ലാ സാത്താന്യ കോട്ടകളെ തകർത്ത് കർത്താവെ മുന്നേറാനുള്ള കരുത്ത് പ്രാപിച്ച ഒരു ജനത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നവർക്ക് കർത്താവെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.